ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നടക്കാൻ പോകുന്ന പല കാരണങ്ങൾക്കുമുള്ള ഒരു മുൻകരുതലായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മൾ സ്വപ്നം കാണുക എന്ന് പറയുമ്പോൾ അത് ഏകദേശം ഒരു 4 മണിക്കും 5:30ക്കും ഇടയ്ക്കാണ്. 4 മണിക്കും 5:30ക്കും ഇടയ്ക്കാണ് ബ്രഹ്മമുഹൂർത്ത സമയം വരുന്നത്. ഈ സമയത്ത് ശരിക്കും നമ്മൾ ഉറങ്ങാൻ പാടില്ല എന്നാണ് കേട്ടോ പറയുന്നത്. ഈ സമയത്ത് നമ്മൾ ഉണർന്നിരിക്കണം. ആ ഒരു ഉണർന്നിരുന്നാൽ മാത്രമാണ് ആ ഒരു പോസിറ്റീവ് എനർജി ഫുള്ളായിട്ട് നമ്മളിലേക്ക് എത്തിപ്പെടുകയുള്ളൂ. നമ്മൾ കിടന്നുറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണ്ടാകുന്ന ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലോ നമ്മുടെ മനസ്സിലോ കുടുംബത്തിലോ ഒന്നും കിട്ടത്തില്ല. അത് വെറുതെ നഷ്ടമായി പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് ബ്രഹ്മമുഹൂർത്ത സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ എഴുന്നേൽക്കണം. ഇനി ആ സമയത്ത് കിടന്നുറങ്ങുന്ന ആളുകൾ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനും ഒരു പ്രത്യേകമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം എന്തെല്ലാം ആണ് ആ ഒരു സമയത്ത് നമ്മൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ മുന്നോടിയായിട്ട് നമുക്ക് ആ ഒരു ഭഗവാൻ കാണിച്ചു തരുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്നത് ഏറ്റവും പോസിറ്റീവായിട്ട് ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു എനർജി നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് കാണുന്ന സ്വപ്നങ്ങൾക്കും ഒരു പ്രത്യേകത കാണും. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ കാണുന്ന സ്വപ്നങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങളും ഒരു റീസണും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ബ്രഹ്മമുഹൂർത്ത സമയത്ത് കാണുന്ന സ്വപ്നങ്ങൾക്ക്. ഇപ്പോൾ സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് നിങ്ങളാരും ഉറങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. ആ സമയത്ത് ഉണർന്നിരിക്കുന്നത് തന്നെയാണ് ശ്രേഷ്ഠം. ഇനി എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടാലാണ് അതിന് പ്രത്യേകമായിട്ടൊരു ഗുണം നമ്മുടെ ജീവിതത്തിൽ പറയുക, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പല ആളുകളും പല രീതിയിലുള്ള സ്വപ്നമാണല്ലേ കാണുന്നത്. അവരവരുടെ മനസ്സിന്റെ ആ ഒരു പവർ അനുസരിച്ചിട്ടാണ് ഓരോ സ്വപ്നങ്ങളും ഓരോരുത്തർ കാണുന്നത്. ഓരോ ആളുകളുടെയും ജീവിത രീതി വ്യത്യസ്തമാണല്ലോ. അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് സ്വപ്നങ്ങളെ കുറിച്ചിട്ടാണ് ഞാനിത് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുടം, അതായത് വെള്ളമൊക്കെ നിറച്ചിട്ട് കുടമൊക്കെ സ്വപ്നം കാണുകയാണെങ്കിൽ, അതുപോലെ തന്നെ വെള്ളം നിറച്ച കുടം നമ്മൾ ആ കുടം കൊണ്ട് നമ്മൾ പോകുന്നതായിട്ടോ, അല്ലെങ്കിൽ ആ കുടം നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുന്നതായിട്ടോ, അങ്ങനെയുള്ള വെള്ളം നിറച്ചുള്ള കുടം അതിനെ അഭിമുഖീകരിച്ചു കൊണ്ടുള്ള ഏതെങ്കിലും സ്വപ്നമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിപ്പോൾ കുടത്തിൽ നിന്നില്ല കേട്ടോ, ഭരണിയിലും ഒക്കെ വെള്ളം നിറച്ച് നമ്മൾ സ്വപ്നം കാണുന്നത് അത് ശുഭകരമാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും നല്ലതാണ് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള വലിയൊരു സാമ്പത്തിക നേട്ടം വരാൻ പോകുന്നു, ധാരാളം സ്വത്ത് സമ്പാദിപ്പിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതിനൊക്കെയുള്ള ഒരു അടയാളമാണ് ഈ ഒരു കുടത്തിൽ വെള്ളം കണ്ടാൽ എന്നാണ് പറയുന്നത്. കുടം അല്ലെങ്കിൽ ഭരണി അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് കാര്യത്തിലും ആയിക്കോട്ടെ, നമ്മൾ എന്തിനെങ്കിലും പാത്രത്തിൽ നിറച്ച ആ ഒരു വെള്ളത്തോട് കൂടിയുള്ള ഏതെങ്കിലും സ്വപ്നമൊക്കെയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സമ്പന്നനാകാൻ പോകുന്നു എന്നുള്ളതിനൊരു മുന്നോടിയാണ് എന്നാണ് ഈ ഒരു സ്വപ്നശാസ്ത്രം പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഭാവി വളരെ സുന്ദരമാകാനായിട്ട്, നമുക്ക് സർവ്വവിധത്തിലുള്ള സമ്പൽ സമൃദ്ധിയും വരാനായിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു സൂചനയാണ് ഈ ഒരു വെള്ളം നിറച്ച കുടം കാണുന്നതിലൂടെ നമുക്ക് നൽകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്വപ്നം കണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളെ തേടിയിട്ട് പല ശുഭ സൂചനകളും വരും എന്നാണ് പറയുന്നത്. പ്രധാന ദൗത്യങ്ങൾ ഇക്കാലയളവിലൊക്കെ പൂർത്തിയാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ കരിയറിൽ പ്രമോഷനോ ശമ്പള കയറ്റോ ഒക്കെ ഉണ്ടാവാനായിട്ടും ഒക്കെ ഈ ഒരു സ്വപ്നം കാണുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്നാണ് പറയുന്നത്. അതേപോലെ നമ്മൾ കുളിക്കുന്ന, പ്രത്യേകിച്ചും കുളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നദിയിൽ, നമ്മൾ ഏതെങ്കിലും പുഴയിലോ നദിയിലോ ഒക്കെ മുങ്ങി കുളിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ കുളിക്കാൻ ചെല്ലുന്നതോ അങ്ങനെയൊക്കെയുള്ള സ്വപ്നം കാണുന്നതും ശുഭ സൂചനയാണ് എന്ന് പറയപ്പെടുന്നു. ഭാവിയിലേക്ക് വലിയ നേട്ടങ്ങൾ ഇരിക്കുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് ഈ ഒരു നദിയൊക്കെ സ്വപ്നം കാണുന്നതെന്ന്. വെള്ളവും നദിയും ഒക്കെ സ്വപ്നം കാണുന്ന ആളുകളുണ്ടല്ലോ. നമുക്ക് അറിയാലോ, നമ്മൾ വെള്ളം ഒഴുകുന്നതായിട്ടോ അല്ലെങ്കിൽ നദിയിൽ നമ്മൾ അവിടെ നമ്മൾ ചെല്ലുന്നതായിട്ടോ ഒക്കെയുള്ള സ്വപ്നങ്ങൾ നമ്മുടെ ഉള്ളിലൂടെ വന്നു പോവാറുണ്ട്. ഇതൊക്കെ ഒരു ശുഭസൂചന തന്നെയാണ്. അതേപോലെ നിങ്ങൾ എന്തെങ്കിലും വായ്പ, അതായത് എന്തെങ്കിലും ലോണുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്വപ്നം കാണുന്നത് മുഖാന്തരം അത് പെട്ടെന്ന് കിട്ടും കേട്ടോ. അത് പെട്ടെന്ന് കിട്ടുന്ന ഒരു സമയത്തൊക്കെയാണ് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾ ബിസിനസ്സുകാരാണെങ്കിൽ നിങ്ങൾക്ക് വമ്പൻ ലാഭം വരാൻ പോകുന്നു എന്നുള്ളതിനുള്ളൊരു തെളിവാണ് ഈ ഒരു സ്വപ്നം. അത് നിങ്ങളുടെ കരിയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ശുഭവാർത്തകളൊക്കെ കേൾക്കാനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതിനുള്ള സൂചനയാണ് ഈ ഒരു സ്വപ്നം എന്ന് പറയുന്നു.
അതേപോലെ സമ്പൽ സമൃദ്ധിയും അതുപോലെ നിങ്ങളുടെ പ്രൊജക്റ്റുകളിലൊക്കെ വിജയം നേടാനും ഒക്കെ സഹായിക്കുന്ന ഒരു സമയമായിട്ടുണ്ട് എന്ന് പറയുന്നു ഈ ഒരു സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ വലിയൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലിയൊക്കെ ചെയ്തു തീർക്കാനും മറ്റുള്ളവരുടെ പ്രശംസയും ആദരവും ഒക്കെ പിടിച്ചു പറ്റാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമായിട്ടുണ്ട് എന്ന് വേണം ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നിങ്ങൾ ജോലിക്കൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ഒരു തൊഴിലിന് വേണ്ടിയിട്ട് ഒത്തിരി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു അഭിമുഖത്തിലിരിക്കുന്നതായിട്ടോ നിങ്ങളൊരു ഇൻ്റർവ്യൂ ടേബിളിൽ ഇരിക്കുന്നതായിട്ടോ ഒക്കെ നിങ്ങൾ സ്വപ്നം കാണുകയാണ് എങ്കിൽ അതും ഒരു നല്ല സൂചനയായിട്ടാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു നേട്ടങ്ങളെല്ലാം കൈവരാറായി, നല്ലൊരു ജോലി നിങ്ങളിലേക്ക് തേടി വരാൻ സമയമായി, സമൃദ്ധി നിങ്ങളിൽ ഉണ്ടാവാറായി എന്നൊക്കെയുള്ളതിനുള്ള സൂചനയാണ് ഈ ഒരു അഭിമുഖം കാണുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്നതായിട്ടോ അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ കേട്ടോ, അതൊക്കെ നല്ല ലക്ഷണമായിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മുടെ വരുമാനം വർദ്ധിക്കാനായിട്ടും നമ്മുടെ കരിയറിൽ നമുക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കാനായിട്ടും അങ്ങനെ നല്ല ജോലിയിൽ നമുക്ക് ചെല്ലാനായിട്ടും ഒക്കെ ഈ ഒരു സമയമായിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് ഈ ഒരു സ്വപ്നം നൽകുന്നത്. ഈ ഒരു സ്വപ്നം വിജയത്തിൻ്റെയും അതേപോലെ തന്നെ ഐശ്വര്യത്തിൻ്റെയും സൂചനയായിട്ട് വേണം നമ്മൾ കണക്കിലാക്കാനായിട്ട്. സമയബന്ധിതമായിട്ട് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ജോലി പെട്ടെന്ന് ചെയ്ത് തീർക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകൾക്ക് ഞാനത് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പുതിയ തൊഴിൽ വന്നു ചേരാനായിട്ടും നല്ല തൊഴിലിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ടും ഒക്കെ കഴിയുന്ന സമയമായി എന്നറിയിക്കുന്ന ഒരു സ്വപ്നം കൂടിയാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ പറ്റും എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുക. അതുപോലെ തന്നെ നമ്മൾ സ്വപ്നത്തിൽ പറ കാണുകയാണ്, അല്ലെങ്കിൽ ചാക്ക്, അതായത് എന്തെങ്കിലും ധാന്യങ്ങളൊക്കെ നിറച്ച ചാക്കുണ്ടല്ലോ, അരിയുടെ ചാക്ക്, അതേപോലെ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ. നമ്മൾ ചാക്ക് അല്ലെങ്കിൽ പറ, നമ്മൾ നെൽപ്പറയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പറ വയ്ക്കുകയല്ലേ, അങ്ങനത്തെയുള്ള പറ, അല്ലെങ്കിൽ നമ്മൾ അരിച്ചാക്ക്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നതും ഒരു ശുഭസൂചനയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന സ്വപ്നങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് അങ്ങനെയല്ല, അതിനനുബന്ധമായിട്ടുള്ള സ്വപ്നങ്ങൾ അങ്ങനെ കാണുന്നതെല്ലാം ഈ ഒരു ശുഭസൂചനയായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ പ്രധാന ജോലികളൊക്കെ നമുക്ക് പെട്ടെന്ന് പൂർത്തിയാക്കാനായിട്ടും നമുക്ക് ഒരു പ്രശംസ പിടിച്ചു പറ്റാനൊക്കെ ആയിട്ട് സമയമാകുമ്പോഴാണ് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നതെന്നാണ് പറയുന്നത്. സാമ്പത്തികമായിട്ട് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് നേട്ടമൊക്കെ കൊണ്ടുവരുന്ന ഒരു സമയമാകുമ്പോഴും ഈ ഒരു സ്വപ്നം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ കരിയറിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലാണ് എങ്കിലുമൊക്കെ നമുക്ക് നേട്ടം കൈവരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു സൂചനയാണ് ഈ സ്വപ്നം നൽകുന്നത്. അതുപോലെ നമുക്ക് ഒത്തിരി പണമൊക്കെ നിക്ഷേപിക്കാനായിട്ട്, നമുക്ക് നിക്ഷേപമൊക്കെ ഉണ്ടെങ്കിൽ അത് വർദ്ധിപ്പിക്കാനായിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു സമയം നല്ലതാണ് എന്ന് പറയപ്പെടുന്നു. അതായത് അവരുടെ ജീവിതത്തിൽ എന്ത് പദ്ധതികൾ വന്നു ചേരുന്നുണ്ടെങ്കിലും എന്തിലും നമ്മൾ കൈവെക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ നമുക്ക് അനുകൂലമായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി വരാൻ പോകുന്നത്. അത് മനസ്സിലാക്കുന്ന കുറച്ച് സ്വപ്നമാണ് കേട്ടോ ഈ പറയൊക്കെ അറിയാലോ. നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പറ നിറയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഇനി അടുത്ത ഒരു വർഷത്തേക്ക് സർവ്വസമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറ നിറയ്ക്കണേ അല്ലേ. അതേപോലെ തന്നെയാണ് അരിയൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയല്ലേ, നമ്മുടെ ദാരിദ്ര്യം മാറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അരി. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ചാക്കോട് കൂടി സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ഉന്നമനത്തിനും അത് കാരണമാകും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ സ്വപ്നത്തിലുള്ള കുറച്ച് റിലേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ മൈൻഡ് പോലെയാണ് നമ്മൾ ഓരോ സ്വപ്നവും കാണുന്നത്. ഓരോ ആളുടെയും സാഹചര്യവും ഓരോ ആളുടെ ജീവിത രീതി എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഏകദേശം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സ്വപ്നങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നു എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം. ഇതൊരു ചീത്ത രീതിയിലുള്ള സ്വപ്നമാണ് എന്ന് നിങ്ങൾ കരുതണ്ട. നല്ല സൂചനകൾ തന്നെയാണ് ഈ സ്വപ്നത്തിലൂടെ
നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് പ്രയത്നിക്കണം. കൂടുതലായിട്ട് നിങ്ങൾ എന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് കൂടുതൽ നിങ്ങൾ അത് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഒരു സ്വപ്നങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ്, നമ്മളിത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇരിക്കേണ്ട കേട്ടോ. നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തപ്പെടുകയും ചെയ്യും. കാരണം നമുക്കത് വരാനുള്ള സമയമായി. പക്ഷേ നമ്മൾ വെറുതെ ഇരുന്നാൽ ചിലപ്പോൾ നമുക്കത് കിട്ടിയെന്ന് വരില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ ആണെങ്കിലും കൂടുതൽ അറ്റൻഡ് ചെയ്യുക, കൂടുതൽ നമ്മൾ ജോലികൾ അന്വേഷിക്കുക, കൂടുതൽ നമ്മൾ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന അനുസരിച്ചിട്ട് നമുക്കുള്ള അതിൻ്റെ ഫലം തീർച്ചയായിട്ടും വരുമെന്നാണ് ഈ ഒരു സ്വപ്നങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുള്ള ആളുകളെല്ലാം ഈ ഒരു സമയം നിങ്ങളൊന്ന് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.